രണ്ടുപേർ പരിചയപ്പെടുന്നതാണ് രംഗം. പുഞ്ചിരിയോടെ പരസ്പരം പേരുകൾ പറഞ്ഞു. യാത്രാവേള ആയതിനാൽ ഒന്നാമൻ രണ്ടാമനോട് ചോദിച്ചു, എങ്ങോട്ടാണ് യാത്ര? അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, പാലക്കാട്ടേക്കാണ്. മറുപടി കിട്ടിയപ്പോൾ ഒന്നാമത്തെയാൾ ഉന്മേഷവാനായി. പാലക്കാട്ടിൽ എവിടെയാണ്? അവിടെ എന്തു ചെയ്യുന്നു? തുടങ്ങിയ ചോദ്യങ്ങളായി. നീരസഭാവത്തോടെ രണ്ടാമത്തെയാൾ അലസമായ എന്തോ മറുപടി കൊടുത്തുകൊണ്ട് പോക്കറ്റിൽ നിന്നും മൊബൈൽ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാം, ശക്തി കൂടിയ വസ്തുക്കൾക്ക് ഭാരവും കൂടുതലായിരിക്കും. എന്നാൽ ഭാരം കുറയുമ്പോൾ ശക്തി കൂടി വരുന്ന ഒന്നുണ്ട്, അത് നമ്മുടെ മനസ്സാണ്. മനസ്സിൻ്റെ ഭാരം കുറയുവാനുള്ള നല്ലൊരു ഉപകരണമാണ് സംസാരം എന്നത്. അത് പറയുമ്പോഴാകാം, ചിലപ്പോൾ കേൾക്കുമ്പോഴാകാം. എന്നാൽ സംസാരത്തെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയാൽ മാത്രമാണ് മനസ്സിന് ഭാരക്കുറവ് സംഭവിക്കുന്നത്. അതിലെ 2 കാര്യങ്ങളാണ് നാം ഇന്ന് പറയുന്നത്. ഒന്ന്, നല്ല വാക്കുകൾ ഉപയോഗിക്കുക. അവിടെ നമുക്കറിയാം, നമ്മൾ സ്നേഹിക്കുന്നവരോടും നമ്മളെ സ്നേഹിക്കുന്നവരോടുമാണ് നാം നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ അല്ലാത്തവരോടുള്ള സംസാരം കുറയ്ക്കുക എന്നൊരു ആന്തരികാർത്ഥവും ഇതിലുണ്ട്. 2, നമ്മുടെ സംസാരത്തിൽ നീരസഭാവം പ്രകടിപ്പിക്കുന്നവരോട് സംസാരം തുടരാതിരിക്കുക. അഥവാ നമ്മളെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരോട് സംസാരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. നന്ദി.